നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശരണ്യ. ഇന്ന് ഞാൻ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ യൂണിറ്റായ ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ എറ അതിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ 4 പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. കാണാത്തവർക്ക് കാണാം. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എത്രത്തോളം പഠിച്ചുവോ അത്രയും ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്കരികിലെത്തുന്നതാണ്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. How many members are participated in the first meeting of INC? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ INCയുടെ ആദ്യത്തെ മീറ്റിങ്ങിൽ എത്ര മെമ്പേഴ്സാണ് പങ്കെടുത്തത്? ആൻസർ 72. 72 മെമ്പേഴ്സാണ് പങ്കെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഇനിഷ്യേറ്റഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് INC? INCയുടെ ആദ്യത്തെ മീറ്റിങ്ങിൽ ആരാണ് മുൻകൈ എടുത്തത്, ഇനിഷ്യേറ്റ് ചെയ്തത്? അല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് INC? INCയുടെ ഫൗണ്ടർ ആരാണ്? ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസർ ഒന്നാണ്. ഹു ഇനിഷ്യേറ്റഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് INC? INCയുടെ ആദ്യത്തെ മീറ്റിങ്ങിന് ആരാണ് ഇനിഷ്യേറ്റ് ചെയ്തത്, മുൻകൈ എടുത്തത്? അല്ലെങ്കിൽ ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് INC? ആരാണ് INCയുടെ ഫൗണ്ടർ? ഇതിന് രണ്ടിൻ്റെ ഒരേ ഒരു ആൻസർ ഏതാണ്? A.O. ഹ്യൂം. ആരാണ്? A.O. ഹ്യൂം. അടുത്ത ക്വസ്റ്റ്യൻ. In which place the first session of INC was held? ഏത് സ്ഥലത്ത് വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്? ഫസ്റ്റ് സെഷൻ, ആദ്യ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ആൻസർ തേജ്പാൽ സാൻസ്ക്രിത് കോളേജ്, ബോംബെ. ബോംബെയിലെ തേജ്പാൽ സാൻസ്ക്രിത് കോളേജിൽ വെച്ചാണ് INCയുടെ ഫസ്റ്റ് സെഷൻ, ആദ്യ സമ്മേളനം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വേർ ദ എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? എയിംസ്. ടു പ്രൊമോട്ട് ഫെലോ ഫീലിംഗ് എമംഗ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വോളണ്ടിയേഴ്സിൻ്റെ ഇടയിൽ ഒരു സൗഹൃദ മനോഭാവം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു സൗഹൃദ മനോഭാവം പ്രൊമോട്ട് ചെയ്യുക, വളർത്തുക. ഇതാണ് ഒന്നാമത്തെ ഉദ്ദേശം. എന്താണ്? ടു പ്രൊമോട്ട് ദ ഫെലോ ഫീലിംഗ്. ഫെലോ ഫീലിംഗ് എന്ന് വെച്ചാൽ സൗഹൃദ മനോഭാവം. എമംഗ് ദ വോളണ്ടിയേഴ്സിൻ്റെ ഇടയിൽ. ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വോളണ്ടിയേഴ്സിൻ്റെ ഇടയിൽ ഒരു സൗഹൃദ മനോഭാവം സൃഷ്ടിക്കുക. അതാണ് ഒന്നാമത്തത്. അടുത്തത് എന്താണത് പറയുന്നത്? ടു പ്രൊമോട്ട് ഫെലോ ഫീലിംഗ് എമംഗ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയസ്, കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. അതായത് ഒരു ദേശീയ ബോധം ഡെവലപ്പ് ചെയ്യുക, വളർത്തുക. ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ്, ഒരു നാഷണൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ദേശീയ ബോധം ഡെവലപ്പ് ചെയ്യുക, വളർത്തുക. ബിയോണ്ട് എന്ന് വെച്ചാൽ അപ്പുറമായിട്ട്. ഏതിനൊക്കെ അപ്പുറമായിട്ട്? റിലീജിയസ്, കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. ജാതി, മത, പിന്നെ പ്രാദേശിക ചിന്തകൾക്കതീതമായിട്ട് അല്ലെങ്കിൽ ചിന്തകൾക്കപ്പുറമായിട്ട് ഒരു ദേശീയ ബോധം ഡെവലപ്പ് ചെയ്യുക, വളർത്തുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ്, ഒരു നാഷണൽ സ്പിരിറ്റ്, ദേശീയ ബോധം ഡെവലപ്പ് ചെയ്യുക. ബിയോണ്ട് ദ റിലീജിയസ്, കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. റിലീജിയസ് എന്ന് പറഞ്ഞാൽ മതത്തിനും, കാസ്റ്റ് ജാതിക്കും, ആൻഡ് റീജിയണൽ പ്രാദേശിക ചിന്തകൾക്കും അപ്പുറം, ബിയോണ്ട് അപ്പുറം ഒരു ദേശീയ ബോധം വളർത്തുക. അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയസ്, കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. അടുത്ത മൂന്നാമത്തത്. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ അധികാരികൾ. നോട്ടീസ് ഓഫ് അതോറിറ്റീസ് എന്ന് വെച്ചാൽ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസിൻ്റെ പ്രോബ്ലംസ്, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. അതോറിറ്റീസിൻ്റെ അല്ലെങ്കിൽ അധികാരികളുടെ നോട്ടീസ് എന്ന് വെച്ചാൽ ശ്രദ്ധയിൽ. ടു ബ്രിങ് കൊണ്ടുവരിക. എന്താണ്? ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ്, ഇന്ത്യക്കാരുടെ പ്രോബ്ലംസ്.
വാട്ട് ആർ ദ 3 phases ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3 ഘട്ടങ്ങൾ, 3 phases ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 3 phases ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്? ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3 ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് ദ പീരിയഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, അതായത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം അല്ലേ, മിതവാദ ദേശീയതയുടെ ആ ഒരു പീരിയഡ്. അത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ്. എന്താണ് ഒന്നാമത്തത്? 3 phases ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. അതിൽ ഒന്നാമത്തത് ഏതാണ്? ദ പീരിയഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം, മിതവാദികളുടെ കാലഘട്ടം എന്ന് വേണമെങ്കിലും പറയാം. എന്ന് വരെയാണ്? അത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം. 1885 ടു 1905 അതുവരെയുള്ള ആ ഒരു കാലഘട്ടം. അടുത്തത് ദ പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം അല്ലെങ്കിൽ തീവ്ര ദേശീയതയുടെ ആ ഒരു പീരിയഡ്. അതാണ് ദ പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. നെക്സ്റ്റ് ഗാന്ധിയൻ എറ, അതായത് ഗാന്ധിയൻ കാലഘട്ടം. അപ്പോൾ ഇതിൽ എക്സ്ട്രീം നാഷണലിസം ഏത് മുതൽ ഏത് വരെയാണ്? 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടം. 1905 മുതൽ 1905 ടു 1919 വരെയുള്ള കാലഘട്ടമാണ് ദ പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം എന്നറിയപ്പെടുന്നത്. ഇനി ഗാന്ധിയൻ എറ എന്നറിയപ്പെടുന്നത് 1919 ടു 1947, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ഗാന്ധിയൻ എറ അല്ലെങ്കിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 3 phases ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്? ദ പീരിയഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, ദ പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, ഗാന്ധിയൻ എറ അല്ലെങ്കിൽ ദ പീരിയഡ് ഓഫ് മോഡറേറ്റ്സ്, ദ പീരിയഡ് ഓഫ് എക്സ്ട്രീമിറ്റ്സ്, പിന്നെ ഗാന്ധിയൻ എറ, ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടം അറിയാലോ. മോഡറേറ്റ്സിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 ടു 1905 വരെ. അടുത്തത് എക്സ്ട്രീമിസ്റ്റിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടം. 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടം. ഇനി ഗാന്ധിയൻ എറ എന്ന് പറയുന്നത് 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം. ഹു ആർ ദ ലീഡേഴ്സ് ഓഫ് മോഡറേറ്റ് നാഷണലിസം? മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിതവാദ ദേശീയതയുടെ ലീഡേഴ്സ് എന്താണ്? നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ഹു ആർ ദ ലീഡേഴ്സ് ഓഫ് മോഡറേറ്റ് നാഷണലിസം? മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാൽ കൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, ഗോപാൽ കൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി ആൻഡ് ഫിറോസ് ഷാ മെഹ്ത. സ്പെല്ലിങ് കണ്ടോ? PHEROZE SHAHMEHTA. അപ്പോൾ ഫിറോസ് ഷാ മെഹ്ത, ബദറുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. Evaluate the role of moderates in pointing out the British policies. ബ്രിട്ടീഷ് നയങ്ങൾ എന്താണ് എന്ന് തുറന്നു കാട്ടുന്നതിൽ മോഡറേറ്റ്സിൻ്റെ പങ്ക് എന്തായിരുന്നു? ഇവാലുവേറ്റ് ദ റോൾ ഓഫ് മോഡറേറ്റ്സിൻ്റെ പങ്ക് ഇൻ പോയിൻറ്റിംഗ് ഔട്ട് ദ ബ്രിട്ടീഷ് പോളിസീസ്. ബ്രിട്ടീഷ് നയങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡറേറ്റ്സിൻ്റെ, മിതവാദികളുടെ പങ്ക് എന്തായിരുന്നു അവരുടെ റോൾ? The moderates was to bring the common problems and demands of Indians to the notice of the British government by means of petitions, resolutions and protest. അതായത് മോഡറേറ്റ്സ് വാസ് ടു ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുവന്നു ദ കോമൺ പ്രോബ്ലംസ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ഇന്ത്യൻസ്, ഇന്ത്യക്കാരുടെ പൊതുവായ പ്രശ്നങ്ങൾ, കോമൺ പ്രോബ്ലംസും പിന്നെ ഡിമാൻഡ്സ്, ആവശ്യങ്ങളും, ഇന്ത്യക്കാരുടെ പൊതുവായ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മോഡറേറ്റ്സ് കൊണ്ടുവന്നു. എവിടെ? ടു ദ നോട്ടീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എങ്ങനെ? ബൈ മീൻസ് ഓഫ് പെറ്റീഷൻസ്, റെസല്യൂഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. പെറ്റീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാതികളിലൂടെയും, റെസല്യൂഷൻസ് പ്രമേയങ്ങളിലൂടെയും, പ്രൊട്ടസ്റ്റ് പ്രതിഷേധങ്ങളിലൂടെയും. ഓക്കെ, മനസ്സിലായോ?
എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ദ മോഡറേറ്റ്സ് വാസ് ടു ബ്രിങ് ദ കോമൺ പ്രോബ്ലംസ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരുടെ പൊതുവായ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മോഡറേറ്റ്സ് മിതവാദികൾ കൊണ്ടുവന്നു. എവിടെ? ടു ദ നോട്ടീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എങ്ങനെ? ബൈ മീൻസ് ഓഫ് ഏതൊക്കെ രീതിയിലാണ്? പെറ്റീഷൻസ്, റെസൊല്യൂഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. പെറ്റീഷൻസ് എന്ന് പറഞ്ഞാൽ പരാതികളിലൂടെയും, റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പ്രമേയങ്ങളിലൂടെയും, ആൻഡ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധങ്ങളിലൂടെയും. ഈ സെൻറ്റൻസ് മനസ്സിലായല്ലോ? അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. The leaders of moderates studied the root causes of the poverty in British India. മോഡറേറ്റ്സിൻ്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ മിതവാദികളുടെ നേതാക്കന്മാർ സ്റ്റഡീഡ് പഠിച്ചു. എന്താണ്? ദ റൂട്ട് കോസ്, മൂലകാരണം. റൂട്ട് കോസ് എന്ന് വെച്ചാൽ മൂലകാരണം. ഓഫ് ദി പോവർട്ടി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോവർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ദാരിദ്ര്യം. ദാരിദ്ര്യത്തിൻ്റെ മൂലകാരണം, റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് ഈ മോഡറേറ്റ്സിൻ്റെ ലീഡേഴ്സ് സ്റ്റഡി ചെയ്തു, പഠിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പഠനം നടത്തി. ദ ലീഡേഴ്സ് ഓഫ് മോഡറേറ്റ്സ് സ്റ്റഡീഡ്. മോഡറേറ്റ്സിൻ്റെ ലീഡേഴ്സ് പഠിച്ചു. എന്താണ്? ദ റൂട്ട് കോസ് ഓഫ് ദി പോവർട്ടി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ റൂട്ട് കോസ്, മൂലകാരണം എന്താണ് എന്നുള്ളത് അവർ പഠിച്ചു. മൂലകാരണത്തിനെക്കുറിച്ച് അവർ സ്റ്റഡി ചെയ്തു, പഠിച്ചു. These studies formed the ideological base for the national movement. ഈ പഠനങ്ങളാണ്, ഈ പഠനങ്ങളാണ് ഫോം ദ ഐഡിയോളജിക്കൽ ബേസ് എന്ന് വെച്ചാൽ ഐഡിയോളജിക്കൽ, ആശയപരമായ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിത്തറ. അപ്പോൾ ദീസ് സ്റ്റഡീസ് ഫോംഡ് ഐഡിയോളജിക്കൽ ബേസ് ഫോർ ദ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത് ഈ പഠനങ്ങളായിരുന്നു. These studies formed the ideological base for the national movement. ഐഡിയോളജിക്കൽ ബേസ് എന്ന് പറഞ്ഞാൽ ആശയപരമായ അടിത്തറ നൽകിയത് ഈ പഠനങ്ങളായിരുന്നു. എന്തിന്? ഫോർ ദ നാഷണൽ മൂവ്മെൻറ്റ്. ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ട ആശയപരമായ ഒരു അടിത്തറ നൽകിയത് ഈ പറയുന്ന പഠനങ്ങളായിരുന്നു എന്നതാണ് പറയുന്നത്. ഓക്കെ, These studies formed the ideological base for the national movement. These are the role of moderates pointing out the British policies. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് അബൌട്ട് ഡ്രെയിൻ തിയറി. എന്താണ് ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞാൽ? ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ എന്താണ് ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് ഒരു നോട്ട് എഴുതുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓരോ സെൻറ്റൻസും ഓരോ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്. ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു എന്ത്? ഡ്രെയിൻ തിയറി. ആരാണ് ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത്? ദാദാഭായ് നവറോജി. ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാഭായ് നവറോജി. അടുത്ത സെൻറ്റൻസ്, there was a drain of wealth from India to England during colonial rule. അതായത് കൊളോണിയൽ റൂളിൻ്റെ സമയത്ത്, കൊളോണിയൽ ഭരണത്തിൻ്റെ ആ സമയത്ത് there was a drain of wealth. വെൽത്ത് എന്ന് പറഞ്ഞാൽ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്തിന്, ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ചോർച്ചയുണ്ടായി. അപ്പോൾ there was a drain of wealth, വെൽത്തിൻ്റെ ചോർച്ചയുണ്ടായി, സമ്പത്തിൻ്റെ ചോർച്ചയുണ്ടായി. എവിടെ നിന്ന്? ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക്. അതാണ് ഈ സെക്കൻഡ് സെൻറ്റൻസ്. എന്താണ്? ദെർ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത്. വെൽത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഡ്രെയിൻ, ചോർച്ചയുണ്ടായി. ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് സമ്പത്തിൻ്റെ ചോർച്ചയുണ്ടായി. ഏത് സമയത്ത്? ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണ സമയത്ത് അല്ലെങ്കിൽ കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് സ്വത്തിൻ്റെ ഒരു ചോർച്ചയുണ്ടായി. അതാണ് സെക്കൻഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. ദെർ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട്. വെൽത്തിൻ്റെ ഡ്രെയിൻ ഉണ്ടായി. എവിടെ നിന്ന്? ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക്. ഏത് സമയത്ത്? ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണ സമയത്ത്. അടുത്ത മൂന്നാമത്തെ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്സ്. ഇത് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് ഈ സമ്പത്തിൻ്റെ ചോർച്ചയുണ്ടായത്? ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ശമ്പളം, പിന്നെ ടാക്സസ്, നികുതി, ആൻഡ് ഗിഫ്റ്റ്സ്, സമ്മാനം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സമ്പത്തിൻ്റെ ചോർച്ചയുണ്ടായത്. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്സ്.
അടുത്ത സെൻറ്റൻസ്, ഹി പ്രൂവ്ഡ് ദാറ്റ്, ഹി എന്ന് പറഞ്ഞാൽ ആരാണ്? ദാദാഭായ് നവറോജി. പ്രൂവ്ഡ് ദാറ്റ്, തെളിയിച്ചു. എന്താണ് തെളിയിച്ചത്? ദ എക്കണോമിക് ഡ്രെയിൻ, സാമ്പത്തിക ചോർച്ച, അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത്, ഈസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ മൂലകാരണം, റൂട്ട് കോസ്, മൂലകാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന എക്കണോമിക് ഡ്രെയിൻ ആണ്, അതായത് സാമ്പത്തിക ചോർച്ചയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹി അങ്ങനെ ആണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം തെളിയിച്ചു. ആര്? ദാദാഭായ് നവറോജി. എന്താണ് ലാസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്? ഹി പ്രൂവ്ഡ് ദാറ്റ് ദ എക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണസമയത്തെ സാമ്പത്തിക ചോർച്ച എന്താണെന്നാണ് പറയുന്നത്? ഈസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണസമയത്തെ എന്താണ്? സാമ്പത്തിക ചോർച്ചയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഹി പ്രൂവ്ഡ് ദാറ്റ് ദ എക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണസമയത്തെ എക്കണോമിക് ഡ്രെയിൻ, സാമ്പത്തിക ചോർച്ചയാണ് റൂട്ട് കോസ് ഓഫ് ദി പോവർട്ടി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ മൂല കാരണം എന്ന് തെളിയിച്ചു. ആരാണ് തെളിയിച്ചത്? ദാദാഭായ് നവറോജി. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു ഡ്രെയിൻ തിയറി. There was a drain of wealth from India to England during colonial rule. കൊളോണിയൽ ഭരണസമയത്ത് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് വെൽത്ത്, സാമ്പത്തികത്തിൻ്റെ ഒരു ചോർച്ചയുണ്ടായി. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്സ്. ഇത് ഏതിൻ്റെയൊക്കെ ഫോമിലായിരുന്നു ഈ ഒരു ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്? സാലറി, പിന്നെ ടാക്സസ്, ഗിഫ്റ്റ്, ഇതിൻ്റെയൊക്കെ ഫോമിലായിരുന്നു. ഹി പ്രൂവ്ഡ് ദാറ്റ് ദ എക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ഈസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ മൂല കാരണം എന്ന് പറയുന്നത് ഈ ഒരു എക്കണോമിക് ഡ്രെയിൻ ആണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു, തെളിയിച്ചു. ഇതാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്.